അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് ഒരു സുപ്രധാന വിഷയമാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയം. അതുകൊണ്ട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. എനിക്ക് റീച്ച് കിട്ടുക എന്നതല്ല, പക്ഷേ ഇത് ചെയ്തിട്ടുള്ള ആളുടെ റീച്ച് കുറഞ്ഞപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് റീച്ച് ആകാശം മുട്ട കൂടി. എന്ന് പറഞ്ഞാൽ ഈ അഭിമുഖം സംഘടിപ്പിക്കുന്നതിന് മുമ്പുള്ള ആ വ്യക്തിയുടെ വീഡിയോകളൊക്കെ തന്നെ റീച്ച് വളരെ കുറഞ്ഞാണ് നിന്നിരുന്നത് എന്ന് ഞാൻ പറയുന്നത് അയാളെ മോശപ്പെടുത്തി പറയുകയല്ല പൊതുവെ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ അഥവാ ഈ അഭിമുഖ വീഡിയോ ഇദ്ദേഹം സംപ്രേഷണം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഒരു 85-86K കേവലം 2-3 ദിവസത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ആളെന്നിപ്പോൾ ഞാൻ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊക്കെ സുപരിചിതനും അദ്ദേഹത്തിൻ്റെ ആ പൊട്ടിച്ചിരി കൊണ്ട് പ്രശസ്തനുമായ ഡോക്ടർ അനിൽ മുഹമ്മദ് സാറാണ്. അദ്ദേഹം മോശക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സമുദായത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയോ അതായത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയുമായിട്ട് ഡോക്ടർ അനിൽ സാർ ഒരു അഭിമുഖം തരപ്പെടുത്തി. എന്നിട്ട് ആ അഭിമുഖത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ഒരു ഏകപക്ഷീയമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം ജനസമൂഹത്തെ, ഇന്ത്യയിലെ മൊത്തം വരുന്ന മുസ്ലിം സമൂഹത്തെ ആലോചിച്ച് നോക്കൂ, ബാധിക്കുന്ന ഈ ബില്ല് സ്വാഭാവികമായിട്ടും പാണക്കാട് കുടുംബത്തെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അഭിമുഖം എന്ന് തന്നെ പറയണം. എന്തുകൊണ്ടെന്നാൽ പോകേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത്. കാറ്ററിഞ്ഞു പാറ്റാൻ അറിയുന്ന അനിൽ മുഹമ്മദ് ഈ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയുമായിട്ട് കേൾക്കുന്ന അത് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. എന്താണ് ആദ്യം തന്നെ ഈ പറയുന്ന അഭിമുഖം നമുക്കൊന്ന് കേൾക്കാം. സംരക്ഷണ റാലി എറണാകുളത്ത് നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഉസ്താദ് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചു. എന്തെങ്കിലും കാര്യകാരണങ്ങളില്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരാളല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് തന്നെ ഇത് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അദ്ദേഹത്തെ വളരെ ഈ ഒരു തിരക്കുകൾക്കിടയിൽ നിന്ന് മോചിപ്പിച്ച് ഞാൻ ഈ സംസാരിക്കാനായിട്ട് കിട്ടിയത്. ഉസ്താദ്, ഞാൻ ഈ സുന്നി സംഘടന യഥാർത്ഥത്തിൽ ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ എറണാകുളത്ത് എല്ലാ സംഘടനകളും മുസ്ലിം സംഘടനകളും ഒത്തൊരുമിച്ച് ഒരു ഐക്യ റാലി അഥവാ ഇപ്പോൾ വഖഫ് സംരക്ഷണ ആ ഭാഗമായിട്ട് നടത്താവുന്ന ആ മൊത്തം മുസ്ലിം ഐക്യവുമായി ബന്ധപ്പെട്ട ഒരു റാലി നടത്താൻ തീരുമാനിച്ചതാണ് എറണാകുളത്ത്. അപ്പോൾ ആ ഐക്യത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി നേതൃത്വം നൽകുന്ന ഈ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അഥവാ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു വലിയ സംഘടനയാണിത്. തെക്കു ഭാഗത്തൊക്കെ വലിയ ജനസ്വാധീനമുള്ള, നമ്മുടെ ഈ ഭാഗത്ത് സമസ്ത കേരളയാണെങ്കിൽ ആ തെക്കൻ ഭാഗത്തൊക്കെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്നാണ് പറയുക. അപ്പോൾ കൂടുതൽ ജനസ്വാധീനമുള്ള ആ മുസ്ലിം സംഘടന പിന്മാറി ഏതായിട്ട് അറിയിക്കുക. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ രാജ്ഭവന്റെ മുമ്പിൽ 2 മാർച്ചുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ 16-ാം തീയതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുകയും പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനുശേഷം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ അതിൽ വിള്ളൽ വരുത്തുന്നത് ആരാണ് യഥാർത്ഥത്തിൽ? മാത്രമല്ല ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഒരു ഇടതുപക്ഷ ആണോ യഥാർത്ഥത്തിൽ ഇതിന് കാരണമെന്നൊന്നും ചോദിച്ചാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണ്? അതാണ് അതോർ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അഖണ്ഡേന തീരുമാനിച്ചിരുന്നതാണ്. അവരും ഈ അഭ്യർത്ഥന മാനിച്ച് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. ഞാൻ വഖഫ് സംരക്ഷണ സമിതിയുടെ നേതാക്കളോടും ബന്ധപ്പെട്ട്
ഇപ്പോൾ നമ്മൾ ഈ കേസിൻ്റെ അവസാന തീർപ്പ് വരെ ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് പോകുന്നത് നല്ലതല്ല. അതുകൊണ്ട് തൽക്കാലം നമുക്കൊന്ന് മാറ്റിവെക്കാം. ആവശ്യമായി വരുമ്പോൾ സമൂഹം എല്ലാം കൂടി ഒത്തൊരുമിച്ച് നമുക്ക് ശക്തമായ സമരങ്ങൾ നടത്താം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അത് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കും, കോടതി വിധി വന്നതുകൊണ്ടാണ്, അഥവാ കോടതി സുപ്രധാന അഥവാ നമ്മുടെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠം ഇപ്പോൾ എന്ത് വിധിച്ചിരിക്കുന്നു, യഥാർത്ഥത്തിൽ ആ കേസ് കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തിനാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു മുസ്ലിം അഥവാ മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള ആ വേദിയിൽ നിന്നുകൊണ്ട്, ആ ഐക്യവേദി അഥവാ മുസ്ലിം സംയുക്തമാണത്, ആ വേദിയിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ വിട്ടുപിരിയുന്നത്? അതിനൊന്നും വ്യക്തമായ മറുപടി അവർക്ക് പറയാനില്ല. ആര് വെളുപ്പിച്ചാലും കുളിപ്പിച്ചാലും ശരി, തീർച്ചയായിട്ടും ഈ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും ഒക്കെ അതിൽ നിന്ന് പിന്മാറിയതിന് ഒരു ന്യായവുമില്ല യഥാർത്ഥത്തിൽ. ആലോചിച്ച് നോക്കും. മറിച്ച് അത് BJP എന്ന് പറയുന്ന ഫാസിസ്റ്റിന് വിടുവേല ചെയ്ത് കൊടുക്കുന്ന പണിയാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാലത്തും ഈ പറയുന്ന മുസ്ലിം ലീഗ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇദ്ദേഹം വാനോളം പുകഴ്ത്തുന്നുണ്ട്. എന്നിട്ട് വത്തിക്കാനിൽ പോലും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വലിയ സ്വീകരണമാണ് കിട്ടിയത് എന്നാണ് പറയുന്നത്. അഥവാ ഒരു ക്രിസ്തീയ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു പേര്, മഹത്തരമായ പേര് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പേരായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ പേരക്കുട്ടികൾക്ക് കിട്ടുന്ന പേര് എന്ന് പറയുന്നത് ആ പ്രവാചകന് കിട്ടാത്ത പേരാണല്ലോ. യഥാർത്ഥത്തിൽ പ്രവാചകന് പോലും ഇത്രയും ഒരു വലിയ പേര് കിട്ടിയിട്ടില്ല. ഉണ്ടോ? ക്രിസ്ത്യാനികൾക്കിടയിൽ, ജൂതന്മാർക്കിടയിൽ, മക്ക മുശ്രിക്കുകൾക്കിടയിൽ തിരുമേനി എന്തുകൊണ്ടാണ് അനഭിമതനായത്? തീർച്ചയായിട്ടും നീതിപൂർവം ഷിർക്കിനെ ശക്തമായ ഭാഷയിൽ ഷിർക്കിനെതിരെ പ്രതികരിച്ചപ്പോഴോ അല്ലേ? ജൂതന്മാരുടെ ഹീനമായ പ്രവർത്തനത്തിൽ, അതോടൊപ്പം വ്യക്തിപരമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ഒരു ശത്രുതയും പുലർത്തിയിട്ടില്ല. ആദർശപരമായിട്ടുള്ള പ്രവാചകന്റെ ജീവിതത്തോടായിരുന്നു ഈ പറയുന്ന ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മക്കാ മുശ്രിക്കുകൾക്കും ഒക്കെ വെറുപ്പുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ സന്ധി സംഭാഷണം നടത്തിയിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിൽ പറയുന്നുണ്ട്, മുഹമ്മദ്, നീയും ഞങ്ങളും തമ്മിൽ പരസ്പരം എന്തിനാണ് ഏറ്റുമുട്ടുന്നത്? നിന്റെ ഏക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങളുടെ ദൈവത്തെ നീയും ആരാധിക്കുക, അങ്ങനെ നമുക്കിടയിൽ പരസ്പരമായി ഒരു രജ്ഞിപ്പ് കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ നോക്കൂ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ എന്താ പറയുക 98 അധ്യായമോ മറ്റോ ആണ്. അത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ലാസ്റ്റ് അവസാന ഘട്ടത്തിലെ തബ്ബത്തി യദാക്ക് മുമ്പുള്ള ഇദാജാക്ക് മുമ്പുള്ള അഥവാ 5 അധ്യായങ്ങൾക്ക് മുമ്പ്, അപ്പോൾ സ്വാഭാവികമായിട്ടും 109 അല്ലെങ്കിൽ 108 ആ അധ്യായത്തിൽ പറയുന്നത് പ്രവാചകനോട് പറയാനാണ്. ഈ പ്രവാചകരെ ആദർശവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരോട് പറയൂ. അവരോട് വ്യക്തിപരമായിട്ട് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അഥവാ അവിടെ വ്യക്തിപരമായ അവരെ സഹായിക്കാൻ, അവിടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് പക്ഷേ ആദർശപരമായിട്ട് അവരോട് കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ വേണം. ആ മുശ്രിക്കുകളുടെയും ആ ക്രിസ്ത്യാനികളുടെയും ആ ജൂതന്മാരുടെയും അതൃപ്തിക്ക് പാത്രമാകുന്നത് ഞാൻ ചെയ്യില്ല. അവരുടെ ഒക്കെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണ് പ്രവാചകൻ വിചാരിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ദീന് അപ്പം തന്നെ അവിടെ കുഴിച്ചു മൂടപ്പെടും. ഉറപ്പല്ലേ? ആദർശം ഉണ്ടാവില്ല. വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആദ്യം ഇത് പറയാറുണ്ട്. എല്ലാ പണ്ഡിതന്മാരും പറയാറുണ്ട്. എന്താ? വല്ലദീ അല്ലാഹു ആകുന്ന റബ്ബ് അർസല റസൂലഹു ബിൽ ഹുദാ, സത്യമാർഗവുമായിട്ട് ആ പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നു. വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അഥവാ ഇതര വിഭാഗങ്ങൾക്കൊക്കെ താങ്കളോട് ഈ പറയുന്ന ആദർശ വിശ്വാസം കൊണ്ട് വളരെ വെറുപ്പാണുള്ളത്. അങ്ങയെ ഓടിപ്പിക്കുന്നത് അവരാണ്, അങ്ങയെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിടുന്നതും അതുകൊണ്ടാണ്. ഇന്ന് കിട്ടുന്ന ആ പ്രവാചക പാരമ്പര്യത്തിൻ്റെ മക്കൾക്ക് കിട്ടുന്ന ആ ബഹുമാനങ്ങളും സ്വാധീനവുമൊന്നും അള്ളാഹുവിൻ്റെ റസൂലിന് അവിടെ കിട്ടിയില്ല. അതുകൊണ്ടാണല്ലോ അവിടുത്തെ ജനിച്ച ആ നാട്ടിൽ നിന്ന് പ്രവാചകന് സ്വന്തം വേറെ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോയി താമസിക്കേണ്ടി വന്നത്. അത്രമാത്രം
ഷിഹിബ് അബൂ താലിബിന്റെ കുന്നിൻ ചെരുവിൽ തിരുമേനി ഏകദേശം 2 കൊല്ലത്തിലേറെ താമസിച്ചപ്പോൾ സ്വന്തം കുടുംബങ്ങളുണ്ട് അവിടെ. ബനു ഹാഷിം കുടുംബമുണ്ട്, ഇല്ലേ, ഖുറൈശി കുടുംബമുണ്ട്. പച്ചവെള്ളം പോലും കിട്ടാതെ ആ പ്രവാചകനെ ഉപരോധം എത്രയേറെ ബുദ്ധിമുട്ടി. അവിടുത്തെ കാറ്റങ്ങൾ പക്ഷികളുടേതുപോലെയായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ റിസ്ക്കും ത്യാഗവും ബുദ്ധിമുട്ടും ആ ബദർ യുദ്ധത്തിൽ, അല്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ ലീഡറായിക്കൊണ്ട് നടത്തിയ ബദർ യുദ്ധം. അള്ളാഹുവിൻ്റെ റസൂൽ ആളുകളെ എങ്ങനെ പ്രബോധനം, നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരി, നിങ്ങളൊക്കെ ഈ ദീൻ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് വാളുമായിട്ട് ഓടിച്ചെന്നതാണോ? തികച്ചും നിസ്സഹായമായ ഒരവസ്ഥയിൽ നിരായുധരായിരിക്കുന്ന പ്രവാചകൻ, സാമ്പത്തിക സംവിധാനമില്ല, നോമ്പ് വ്രതമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുമേനി അവർക്ക് ബലി കൊടുക്കുകയായിരുന്നു ആളുകളെ. മറിച്ച് നിലനിൽപ്പിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി, തൻ്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി. അതാണ് ആദർശ സംരക്ഷണമാണ് ഏറ്റവും വലിയ പ്രധാനം. മനുഷ്യന്മാരെ നിങ്ങൾ ഏത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിനെ വിളിച്ച് വെളുപ്പിച്ചാലും പാണക്കാടിനെ കുളിപ്പിച്ചാലും ഒന്നും അറിയുന്ന ആളുകൾക്ക് അറിയാം, പ്രവാചകൻ ത്യാഗത്തിലൂടെയാണ്, അമ്പിയാക്കന്മാർ ത്യാഗത്തിലൂടെയാണ്. വെറുതെ പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇന്നല്ലാഹസ്തറ, നോക്കണം, അമ്മസിബത്തും, ഇതൊക്കെ പറയണം, അമ്മസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മദലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഹു വദ്ദറാഹു വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഇതൊരു വലിയ പ്രഖ്യാപിത നയമാണ്. വെറുതെ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അമ്മസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വെറുതെ അള്ളാഹു എന്ത് ചെയ്യില്ല, കുറച്ച് ത്യാഗസമരങ്ങളും പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്കൊക്കെ വെറുപ്പുണ്ടാവുമല്ലോ. അവർക്കൊക്കെ എന്താ തോന്നുക, ഇവർക്കൊക്കെ എന്താ വിചാരിക്കുക, നമ്മളൊക്കെ നടത്തുന്ന എല്ലാ പരിപാടിയും അങ്ങനെയാണുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. സർവശക്തനായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ നിയമത്തെ അനുസരിക്കുക എന്നതിന് വേണ്ടിയല്ല. ഇന്ന ആളുകളെ, മന്ത്രിയെ സുഖിപ്പിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ സുഖിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകളെ സുഖിപ്പിക്കുക. ആ സുഖിപ്പിക്കൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന് വന്നു പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വിനാശം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അനിൽ മുഹമ്മദ്, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയുമായി നടത്തുന്ന അഭിമുഖം എന്ന് മാത്രമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. വെറുതെ ഒന്നും അല്ല അത് നടത്തുന്നത്. അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയും വലിയ അർത്ഥമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു എന്താ പറയുക വീഡിയോകളേക്കാൾ കൂടുതൽ റീച്ച് വന്നിട്ടുണ്ട്. അതിന് ആലോചിച്ച് നോക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് അഭിമുഖം കാണാൻ കഴിയും. അപ്പോൾ എന്താണ് പറയുന്നത്, ഇതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്താ പറഞ്ഞത്? പാണക്കാട് കുടുംബങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഐക്യ ചർച്ചയും നടക്കുകയില്ല എന്ന് ഈ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന മൗലവി പറയാണ്. യഥാർത്ഥത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു മഹാവരദാനമാണ്, ഒരു ഭാഗ്യമാണ്. ആലോചിച്ച് നോക്കി, എന്തറിഞ്ഞിട്ടാണ് ഇയാൾക്ക് വഹിയുണ്ടായിരുന്നോ? ഇത്തരത്തിലുള്ള ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. ഈ അബൂജഹൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബമല്ല, സ്വന്തം എളാപ്പയോ മൂത്താപ്പയോ ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റുമുട്ടിയ അബുല്ലക്കം എന്ന് പറയുന്ന അബൂജഹൽ ബദർ യുദ്ധത്തിൽ നബിതങ്ങൾക്കെതിരെ യുദ്ധം നയിച്ച ആ അബുല്ലക്കം എന്ന അബൂജഹൽ, ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ അറിയാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യനാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ ആദർശത്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് പോരാടേണ്ടി വന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഉപ്പ, ഞാൻ നിങ്ങളെ ആ യുദ്ധത്തിൽ കണ്ടിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ ഉപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത്. അപ്പോൾ അബൂബക്കർ നിങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ കേൾക്കണം. അതാണ് ആദർശത്തിൻ്റെ വാക്ക്. മോനെ, ഞാൻ എന്നെ കണ്ടിരുന്നില്ല. ഞാൻ എന്നെ കണ്ടിരുന്നു എങ്കിൽ ഞാൻ അതൊന്നും നോക്കുമായിരുന്നില്ല, നിന്നെ ഞാൻ തീർക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കണം. അപ്പോൾ ഇവർ ആദർശമാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഓണത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്തുമസിന് അവരുടെ ബഹുഭൂരിപക്ഷ മതക്കാരോടൊപ്പം, അവരുടെ ആദർശങ്ങളോടൊപ്പം നോക്കണം, അവരുടെ ആരാധ്യ പുരുഷന്മാരെ നോക്കണം. നമുക്ക് എന്തിനാണത്? ആലോചിച്ച് നോക്കൂ. സ്വന്തം ഇതുവരെയും നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാതെ പോയത്, യഥാർത്ഥത്തിൽ ഇത്രയേറെ പരീക്ഷണം ഈ രാജ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ആലോചിച്ച് നോക്ക്. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൻ്റെ ഐക്യമില്ലായ്മ. ഇപ്പോൾ ഇവിടെ ഒരു പാര വെച്ചുകൊണ്ട് പറയുകയാണ് അദ്ദേഹം,
സുന്നി ഐക്യം ത്തെക്കുറിച്ചാണ് പിന്നീട് ഞങ്ങൾ അഥവാ ബില്ലിനെതിരെ അഥവാ ഇപ്പം നടപ്പാക്കിയിട്ടുള്ള വഖഫ് ബില്ലിനെതിരെയുള്ള ആ റാലിയേക്കാൾ ഇപ്പോൾ പ്രധാനമായിട്ട് കാണേണ്ടത് സുന്നി ഐക്യത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തുടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ആ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവർക്കൊക്കെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അതാണ്. താൻ ആദ്യകാലത്ത് തന്നെ ഹജ്ജ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു, മറ്റതായിരുന്നു, മറിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ ഈ ഇടതുപെട്ട ചിന്താഗതി മാത്രമല്ല. ആലോചിച്ച് നോക്കൂ, വലതുപെട്ട ചിന്താഗതിയാണോ എന്നൊന്നും എനിക്കറിയില്ല യഥാർത്ഥത്തിൽ. പക്ഷേ എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും അറിഞ്ഞിട്ട് ഇവർക്ക് വിവരമുള്ളവരാണ്. ആ വിവരമുള്ളവർ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന് പറയാൻ അള്ളാഹു പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി നിങ്ങളുമായി വെളുപ്പിക്കാൻ വേണ്ടി അഭിമുഖം നടത്തിയ ഡോക്ടർ അനിൽ സാറും അടിസ്ഥാനപരമായി ഇസ്ലാമിക അനിൽ സാറിന് വേണ്ടത്ര ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് അറിഞ്ഞുകൂടെങ്കിലും അറിയുന്ന മഹാപണ്ഡിതൻ തന്നെയാണ് ഈ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി. പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ മറച്ചു വെക്കുന്നു, എന്തൊക്കെയോ താല്പര്യത്തിന് വേണ്ടി പല മലക്കം അറിയുന്നു അല്ലേ. അപ്പോൾ ഖിയാമത്തോട് അടുക്കുന്ന പണ്ഡിതനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഭൗതികമായിട്ടുള്ള ഉലായിക്ക എന്താണ് കല്ലൻഹാം, അതല്ല, മദലുഹും ക മദലിൽ കൽബു, അതാണ് ബൻഹാം എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നതാണ് അവൻ്റെ ഉപമ നായയുടേത് പോലെയാണ്. അഥവാ നായ പുറത്തേക്കിട്ട് കിതച്ചോടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഓടും, നക്കി മാത്രമേ കഴിക്കുള്ളൂ. ഉപമ നായയുടേതാണ് എന്നതുപോലെ തന്നെയാണ് ഇന്ന് കാണുന്ന ഈ പണ്ഡിത വേഷധാരികളുടെ ഒക്കെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഐക്യത്തോടെയും പരസ്പര സ്നേഹത്തോടെയും ആദർശം നിലനിർത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നതിന് ഇവർക്ക് സാധിക്കുന്നില്ല. അതാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ പാണക്കാട് കുടുംബത്തിൽ നടന്ന പേക്കൂത്തുകളുടെ കല്യാണങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ഇതര വിഭാഗങ്ങളോടൊപ്പം സാമ്യമാകുന്ന മറ്റു പ്രവൃത്തികൾ, ഇതൊക്കെ ഓക്കെ. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിനെ ഒന്നും തന്നെ തുറന്ന് എതിർക്കാനുള്ള ചങ്കൂറ്റം ഇവർ കാണിക്കുന്നുമില്ല. തങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളുടെ കരളിൻ്റെ കഷ്ണമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ കരളിൻ്റെ കഷ്ണമായത് ആദർശത്തിൻ്റെ ആൾരൂപമായത് കൊണ്ടാണ്. അതല്ലാതെ ഇവരെ പോലെ കാണുമ്പോൾ എന്താ പറയുക, അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഒത്തിപ്പിടിക്കലല്ല. അതാണല്ലോ നമ്മുടെ ഈ സമുദായത്തിൻ്റെ ഐക്യമില്ലായ്മയും ആ സമുദായത്തിൻ്റെ ഭീരുത്വവും സമുദായത്തിൻ്റെ കഴിവുകേടും എല്ലാമാണ് നമ്മൾ ബാബരെയും മസ്ജിദ് പൊളിച്ചപ്പോൾ കണ്ടത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാവിധ കഴിവുകളും ശക്തികളും ഉണ്ടായിട്ട് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായ ആ ഗസയിലെ മുസ്ലിമീങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ വളരെ വളരെ നിഷ്പ്രയാസം അല്ലേ. ഇന്നും ആ സായനിച്ച ശക്തി നമ്മൾ അറിഞ്ഞു ആ യുദ്ധത്തെക്കുറിച്ച്. 10-18 മാസമായി. പക്ഷേ ഇപ്പോഴും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കേവലം ഒരു 4-3 ദിവസത്തേക്ക് മാത്രം യുദ്ധം നടത്തിയാൽ അതിൻ്റെ ഒരു അഡ്രസ്സ് പോലും ഇല്ലാതാക്കാൻ കഴിയും. കേവലം ഒരു മലപ്പുറം ജില്ലയുടെ വിസ്തൃതിയുള്ള അത്ര തന്നെയുള്ള ജനസംഖ്യയുള്ള നിരായുധരായ പട്ടിണിക്കാരായ ആ ചെറിയ വിഭാഗത്തെ തുടച്ചു മാറ്റാൻ കേവലം ഒരു 3-4 ദിവസം മതി സാമ്രാജ്യത്വ ശക്തികൾക്ക്. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ യമനിലെ ഊത്തികൾ ചെയ്യുന്നതും ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ ഹമാസ് ചെയ്യുന്നതും ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവർക്ക് തടയാൻ കഴിയുന്നില്ല. അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ സാമ്രാജ്യത്വം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അത്തരത്തിലുള്ള ആ സഹായങ്ങൾ അവർ വേണമെങ്കിൽ അവർക്ക് ഇവരോട് ഒരു ഒത്തുതീർപ്പ് ചെയ്യാമായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും ഒത്തുതീർപ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഒത്തുതീർപ്പിന് തയ്യാറാവാതെ ഇരിക്കുകയും മാത്രമല്ല, അവരുടെ പിടിയിലായിട്ടുള്ള ആ മസ്ജിദ് എന്താ പറയുക, നമ്മൾ ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസ് പള്ളി സംഗതി എന്തൊക്കെ ചില കേടുപാടുകൾ വരുത്തുന്നു എന്നതല്ലാതെ ആ പള്ളി നമ്മുടെ ബാബരി മസ്ജിദ് ഇല്ലായ്മ ചെയ്യപ്പെട്ടതുപോലെ നടത്താൻ കഴിയുമോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് കഴിയാത്തത്? അതോടൊപ്പം തന്നെ ഭാരതത്തിൽ 20 കോടിയിലേറെ വരുന്ന മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ അവരെ ഒരു പുച്ഛിച്ചുകൊണ്ടല്ലേ അതൊരൊറ്റ രാക്കുരായ്മാനം അത് മുഴുവൻ അതിൻ്റെ തറ പോലും മാന്തിയിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലേ. അപ്പോൾ അത് ഇത്തരത്തിലുള്ള നേതൃത്വം നമുക്കുണ്ടായത് കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് തൊടിയൂർ കുഞ്ഞി മൗലവി. അതല്ലാതെ നിഷ്ക്രിയമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് എന്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെ ഇവിടെ സമരം ചെയ്തുകൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒക്കെ ഇവിടെ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ ചില പര്യാപ്തതയും ഗൾഫ് സംവിധാനങ്ങളും കൊണ്ട് മാത്രമാണ്.
ഞാൻ ഇന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതാണ്, ഈ വെളുപ്പിക്കൽ പരിപാടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.